മാസത്തിലേറെയായി നിൽക്കുന്ന ഒരു ആകാംക്ഷ അവസാനിക്കാൻ പോവാണ്. വിജയിക്കുമെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഭൂരിപക്ഷത്തെക്കുറിച്ച് അവസാന വട്ടം എത്രയായിരിക്കും? വളരെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും. അത് എത്ര പറഞ്ഞാൽ മതിയല്ലോ. വളരെ ഒരു നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടം മുതൽ വിജയത്തിനുള്ള ഒരു മങ്ങലും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അതൊരു പാരമ്പര്യത്തിലെത്തി. നല്ല ഭൂരിപക്ഷം ജയിക്കും. ഈ ചില UDFൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളായ ചില മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? അത് പൊതുവേ സംസ്ഥാനത്തും രാജ്യത്തും പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്തുള്ള വോട്ടർമാരിൽ UDFൻ്റെ വോട്ടർമാരുടെ വലിയ നല്ല ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കാര്യങ്ങൾക്ക് ഞങ്ങൾ പിന്നെ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഒരു നേരിയ കുറവ് ഭൂരിപക്ഷത്തിലുണ്ടാകും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അതുപോലെ ഇത്തവണ 2020 ഒരു സാന്നിധ്യമുണ്ട്. അത് ഏത് തരത്തിൽ ആരുടെ വോട്ട് ബാങ്കിലായിരിക്കും വിള്ളൽ വീഴ്ത്തുക എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഞങ്ങൾ ഈ 2020 കാര്യത്തിൽ ആദ്യമേ തൊട്ടെടുത്ത ഒരു സമീപനമുണ്ട്. ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പല്ല, ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അപ്രസക്തമാണ് അത്തരം വസ്തുതകൾ. അതുകൊണ്ട് ഞങ്ങളത് ആ തലത്തിൽ തന്നെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുള്ളൂ. അത് ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും.